നെല്ലറയായ പാലക്കാടിന്റെ കിഴക്കൻ അതിർത്തികളിൽ ചരിത്രവും ഐതിഹ്യങ്ങളും കൂടിക്കലർന്ന് നിലകൊള്ളുന്ന ഒരു അപൂർവ ക്ഷേത്രമാണ് കൊല്ലങ്കോട് പുളിക്കോട് അയ്യപ്പൻ ക്ഷേത്രം. പ്രകൃതിയുടെ ശാന്തതയിൽ കാലത്തിന്റെ പ്രയാണത്തിൽ ഒട്ടേറെ അധികാര കൈമാറ്റങ്ങൾക്കും ആചാരപരമായ മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ പുണ്യഭൂമി ഒരു ആരാധനാലയം എന്നതിലുപരി അന്നത്തെ കൊല്ലങ്കോട് ദേശത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഹൃദയമായിരുന്നു. വെങ്കണാട്ട് നമ്പിടിമാർ എന്നറിയപ്പെട്ടിരുന്ന കൊല്ലങ്കോട് രാജാക്കന്മാരുടെ ഇഷ്ടദേവതയായി അയ്യപ്പൻ കുടികൊണ്ട ഈ ക്ഷേത്രം ഒരു നാടിന്റെ ഐശ്വര്യത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായി നിലനിന്നു. ചരിത്രത്തിന്റെ ഇരുണ്ട ഏടുകളിൽ മറഞ്ഞുപോയ ഒരു ദേശത്തിന്റെ കഥ പറയാനുണ്ട് ഈ ക്ഷേത്രത്തിന്. സാമൂതിരിയുടെ ആക്രമണത്തിൽ തകർന്നുപോയ ഒരു രാജവംശത്തിന്റെ അവസാന കോട്ട ഇന്ന് തലമുറകളായി കൈമാറി വന്ന അത്യപൂർവമായ ആചാരങ്ങളോടും കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാത്ത വാസ്തുവിദ്യാപരമായ പ്രത്യേകതകളോടും കൂടി ഈ ക്ഷേത്രം ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചുവെച്ച് ഭക്തരെ അനുഗ്രഹിക്കുന്നു. കൊല്ലങ്കോട് കോവിലകത്തിന്റെ കീഴിലുള്ള ഈ കൊല്ലങ്കോട് പുലിക്കോട് അയ്യപ്പൻകാവ് ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ കോവിലകത്തിന്റെ കീഴിലാണ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. രാജഭരണകാലത്ത് തന്നെ ഇവിടെ വിപുലമായും ഭംഗിയായും ഓരോ ആചാരങ്ങളും നടന്നിരുന്നു. ഇന്ന് ഇപ്പോൾ ജനങ്ങളെ കൊണ്ടുള്ള സഹകരണ കമ്മിറ്റിയോട് കൂടിയിട്ടും ക്ഷേത്ര കമ്മിറ്റിയുടെ ഇതിലും കൂടിയാണ് ക്ഷേത്രാചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുളിക്കോട് അയ്യപ്പൻ ക്ഷേത്രത്തിന്റെ ചരിത്രം കൊല്ലങ്കോട് ഭരിച്ചിരുന്ന വെങ്കണാട്ട് നമ്പിടിമാർ എന്ന രാജവംശവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊല്ലങ്കോട് എന്ന ദേശം കേവലം ഒരു ഗ്രാമമായിരുന്നില്ല. ക്ഷേത്ര വിവരങ്ങളിൽ സൂചിപ്പിക്കുന്നത് പോലെ കൊല്ലങ്കോട് ഉൾപ്പെടെയുള്ള 8 ഗ്രാമങ്ങൾ ചേർന്ന് രൂപപ്പെട്ട ഒരു വിശാലമായ ഭൂപ്രദേശമായിരുന്നു ഇത്. ഈ ഭൂപ്രദേശത്തെ രാജകീയമായി ഭരിച്ചവരാണ് വെങ്കണാട്ട് നമ്പിടിമാർ. ഇവരുടെ ഭരണത്തിന് കീഴിൽ കൃഷിയും വ്യാപാരവും ആചാരങ്ങളും ഒരുപോലെ അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. ഒരു രാജാവിന് തന്റെ പ്രജകളുടെ മേലുള്ള അധികാരം പോലെ തന്നെ പ്രധാനമായിരുന്നു അവരുടെ ആത്മീയ കാര്യങ്ങളിലുള്ള മേൽക്കോയ്മയും. അത്തരത്തിൽ കൊല്ലങ്കോട് ദേശത്തിന്റെ ആത്മീയ കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ അയ്യപ്പൻ ക്ഷേത്രം. അമ്പലവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഐതിഹ്യം ഉള്ള ഒരു അമ്പലം കൂടിയാണ്. അത് നമ്മുടെ തിരുമേനി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും വളരെ നല്ല രീതിയിലുള്ള നടക്കുന്ന ഒരു അമ്പലങ്ങളിൽ ഒന്നാണ് നമ്മുടെ അയ്യപ്പൻകാവ്. ഈ ഭാഗത്ത് നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഈ ഏറ്റവും നല്ല സുന്ദര ഗ്രാമം അതുപോലും നമ്മൾ ഈ അയ്യപ്പന്റെ അനുഗ്രഹത്താണെന്നാണ് എൻ്റെ വിശ്വാസം. രാജാവിന്റെ ഇഷ്ടദേവതയായി അയ്യപ്പൻ കുടികൊണ്ടത് ഭരണപരമായ തീരുമാനങ്ങളിൽ പോലും ആത്മീയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിന് തെളിവാണ്. വെങ്കണാട്ട് നമ്പിടിമാർക്ക് അയ്യപ്പനോടുള്ള ഭക്തി കേവലം ഒരു വിശ്വാസം എന്നതിലുപരി അവരുടെ ഭരണകൂടത്തിന്റെ സൈനികാദർശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. അയ്യപ്പൻ ധർമ്മശാസ്താവും യോദ്ധാവുമായി കണക്കാക്കപ്പെടുന്നതിനാൽ ഭരണാധികാരികൾക്ക് ഇത് ധർമ്മത്തെയും നീതിയെയും സംരക്ഷിക്കുന്നതിന്റെ ആത്മീയ പിൻബലമായി വർത്തിച്ചു. ദേശത്തിന്റെ സുരക്ഷയ്ക്കും യുദ്ധങ്ങളിലെ വിജയത്തിനും വേണ്ടി രാജാവ് ഈ ദേവനെ ആരാധിച്ചിരുന്നു. ഇത്രയധികം പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനും ഉത്സവങ്ങൾക്കും രാജകീയമായ പരിവേഷം ലഭിച്ചത്. ഇത് കൊല്ലങ്കോട് രാജവംശത്തിന്റെ കീഴിലുള്ള അമ്പലങ്ങളാണ്. കൊല്ലങ്കോട് രാജവംശത്തിന് കീഴിൽ ഏകദേശം 8ഓളം അമ്പലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രതിഷ്ഠമായ ഒരു അമ്പലമാണ് കൊല്ലങ്കോട് പുലിക്കോട് അയ്യപ്പൻകാവ്. നേരത്തെ ഇത് രാജാവ് നേരിട്ട് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു കമ്മിറ്റിയാണ്. ഈ 5 ദേശങ്ങളുടെ കൂട്ടായ്മയാണ് ഈ അമ്പലത്തിൻ്റെ കീഴിൽ വരുന്നത്. ഈ 5 ദേശത്തിലുള്ള ആൾക്കാർക്കും ഈ അമ്പലത്തിൽ ഈ വൃശ്ചികം 1-ാം തീയതി മുതൽ ധനു 23-ാം തീയതിയോടെ വരുന്ന യാറാട്ട് വരെയുള്ള അവകാശ വിളക്കുകൾ നടത്താറുണ്ട്. ഇവിടെ തൊട്ടടുത്ത ദേശമായ ഇരഞ്ഞിമന്നം ദേശം, പുളിമന്നം ദേശം, അതേമാതിരി തെക്കേത്തറ ദേശം, പുഴക്കൽത്തറ ദേശം, ഈ എല്ലാ ദേശങ്ങളിലും ദേശ ഉത്സവങ്ങളുണ്ട്. അത് ഈ ആറാട്ടിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന അതെല്ലാം ഈ അമ്പലത്തിൽ വന്ന് ഈ ശാസ്താവിനെ തൊഴുതിട്ടാണ് ഇവിടുന്ന് പോവുക. വെങ്കണാട്ട് നമ്പിടിമാരുടെ ഭരണത്തിന്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് മലബാറിലെ ശക്തമായ സാമ്രാജ്യമായിരുന്ന സാമൂതിരിയുടെ ആക്രമണമായിരുന്നു. സാമൂതിരി കൊല്ലങ്കോട് ദേശം കീഴടക്കി സ്വന്തം ദേശത്തോട് കൂട്ടിച്ചേർത്തപ്പോൾ അതിന്റെ പ്രതിഫലനം ക്ഷേത്രത്തിലുമുണ്ടായി. രാജാവിന്റെ കൈവശമുണ്ടായിരുന്ന ക്ഷേത്രം മറ്റൊരാൾക്ക് അധീനപ്പെട്ടു. അതായത് അത് താൽക്കാലികമായോ പൂർണ്ണമായോ ഭരണകർത്താക്കളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. ഒരു ക്ഷേത്രം കൈവശം വയ്ക്കുന്നത് അന്നത്തെ കാലത്ത് രാഷ്ട്രീയ അധികാരത്തിന്റെ ഒരു അടയാളമായിരുന്നു. ക്ഷേത്രം സാമൂതിരിയുടെ നിയന്ത്രണത്തിലായതോടെ കൊല്ലങ്കോട് രാജാക്കന്മാരുടെ ആധിപത്യം പൂർണ്ണമായും അവസാനിച്ചു. രാജാക്കന്മാരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ ക്ഷേത്രത്തിലെ ഗംഭീരമായ ഉത്സവങ്ങളും ആഘോഷങ്ങളും താൽക്കാലികമായി നിലച്ചേക്കാം, അല്ലെങ്കിൽ അവയുടെ പ്രൗഢി കുറഞ്ഞേക്കാം.
സാമൂതിരിക്ക് ഈ ക്ഷേത്രത്തോടുണ്ടായിരുന്ന സമീപനം എന്തായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവിടുത്തെ ആചാരങ്ങളുടെ തുടർച്ച. എങ്കിലും ഒരു ദേശത്തിന്റെ പതനം എപ്പോഴും അതിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പുളിക്കോട് അയ്യപ്പൻ ക്ഷേത്രത്തെ കേരളത്തിലെ മറ്റ് ശാസ്താക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകങ്ങൾ അവിടുത്തെ മൂർത്തിസങ്കല്പവും വാസ്തുവിദ്യയിലെ ചില സവിശേഷതകളുമാണ്. സാധാരണ അയ്യപ്പൻ ക്ഷേത്രങ്ങളിൽ ശാസ്താവിനെ ബ്രഹ്മചാരി സങ്കല്പത്തിലാണ് ആരാധിക്കുന്നത്. എന്നാൽ പുളിക്കോട് ക്ഷേത്രത്തിൽ ശാസ്താവ് തന്റെ ഭാര്യമാരായ പൂർണ്ണ, പുഷ്കല എന്നിവരോടൊപ്പം കുടികൊള്ളുന്നു. ഈ സങ്കല്പം ദേവന്റെ ഗൃഹസ്ഥാശ്രമം അഥവാ കുടുംബസ്ഥൻ എന്ന ഭാവത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പൂർണ്ണയും പുഷ്കലയും ഭൂമിയെയും സമൃദ്ധിയെയും പ്രതിനിധീകരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പൂർണ്ണ പുഷ്കല സമേതനായ ശാസ്താവ് ഐശ്വര്യവും ഭൂമിയിൽ നിന്നുള്ള വിളവും ഒരു കുടുംബത്തിന്റെ പൂർണ്ണതയും ഭക്തർക്ക് നൽകുന്ന ഭാവമായി കണക്കാക്കുന്നു. ഈ സങ്കല്പം കൊല്ലങ്കോട് രാജാക്കന്മാർക്ക് യുദ്ധവിജയത്തിനു പുറമെ ദേശത്തിന്റെ കാർഷിക സമൃദ്ധിക്കും പ്രജകളുടെ കുടുംബപരമായ ഐശ്വര്യത്തിനും പ്രാധാന്യം നൽകിയിരുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുന്നു. ഇത് കേരളത്തിലെ ശാസ്താരാധനയുടെ പ്രദേശാധിഷ്ഠിതമായ ഭാവമാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. പുളിക്കോട് ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ശ്രീകോവിലിന് മേൽക്കൂരയില്ല എന്നതാണ്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് പ്രധാന ദേവതയുടെ ശ്രീകോവിലിന് ശക്തമായ മേൽക്കൂര ഉണ്ടായിരിക്കും. മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിന്റെ പിന്നിൽ പല ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാകാം. ദേവൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ആകാശവും മഴയും ഉൾക്കൊള്ളുന്ന പ്രകൃതിയുമായി നേരിട്ട് സംവദിക്കുന്ന ദേവതാഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശാസ്താവ് വളരുന്ന ഒരു ദേവനാണെന്നും മേൽക്കൂര വെച്ചാൽ അത് വളർച്ചയ്ക്ക് തടസ്സമാകുമെന്നും വിശ്വസിക്കുന്ന ചില സങ്കല്പങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിലുണ്ട്. മറ്റൊരു സാധ്യത, സാമൂതിരിയുടെ ആക്രമണത്തിന് ശേഷം ക്ഷേത്രം പ്രതിരോധത്തിലായപ്പോൾ അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കാൻ സാധിക്കാതെ പോയതാകാം. എങ്കിലും ഈ പ്രത്യേകത കാലക്രമേണ ഒരു ആചാരപരമായ പ്രത്യേകതയായി മാറിയിരിക്കാനാണ് സാധ്യത. ഇത്തരമൊരു വാസ്തുവിദ്യാ ശൈലി ഈ ക്ഷേത്രത്തെ ഒരു പൗരാണിക കേന്ദ്രമായി അടയാളപ്പെടുത്തുന്നു. 2012 കുംഭാഭിഷേകത്തിന് ശേഷം ഇവിടെ ഉത്സവം തുടങ്ങി. നേരത്തെ മുന്നേ ഉത്സവം ഉണ്ടായിരുന്നു, പക്ഷേ അതിനെപ്പറ്റി രേഖകളൊന്നും ഇല്ലാത്തവനും പിന്നെ അതിന് ശേഷം 2012 കുംഭാഭിഷേകം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉത്സവം ആരംഭിക്കുകയും പിന്നെ അത് തുടർന്ന് വരുന്നുമുണ്ട്. 2 ആറാട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ കൊല്ലങ്കോട് അയ്യപ്പൻകാവ്. കിഴക്കോട്ട് അഭിമുഖമായി ജലാശയത്തിലേക്ക് ദൃഷ്ടിയായിട്ടിരിക്കുന്ന പൂർണ്ണ പുഷ്കലയായിട്ടുള്ള ശാസ്താവായിട്ടാണ് മഴയും വെയിലും കൊള്ളാവുന്ന നടുമുറ്റത്താണ് ഇവിടെ പ്രതിഷ്ഠ. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഓരോ ചരിത്രങ്ങളും. പ്രധാന മൂർത്തിയായ അയ്യപ്പനെ കൂടാതെ വിനായകനും ഭഗവതിയും ഇവിടെ ഉപദേവതകളായി കുടികൊള്ളുന്നു. വിനായകൻ വിഘ്നങ്ങൾ അകറ്റുന്ന ദേവനായതിനാൽ ഏതൊരു കാര്യത്തിനും മുന്നോടിയായി വിനായകനെ ആരാധിക്കുന്നത് പതിവാണ്. ഭഗവതിയുടെ സാന്നിധ്യം ദുർഗാ കാളി സങ്കല്പങ്ങളിലെ ശക്തി ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുന്ന പ്രാദേശിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഒരു കാലത്ത് ഈ പ്രദേശത്ത് അയ്യപ്പനും ഭഗവതിക്കും ഒരേപോലെ പ്രാധാന്യം നൽകിയിരുന്ന ശക്തിശാസ്ത്ര സംയോജിത ആരാധന നിലനിന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. പുളിക്കോട് ക്ഷേത്രത്തിന് ചെറക്കുളങ്ങരക്കാവ് എന്നും ഒരു പേരുണ്ട്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കുളത്തിന് പടിഞ്ഞാറ് വശത്താണ്. പ്രതിഷ്ഠ കിഴക്കോട്ടാണ് ദർശനം നൽകുന്നത്. ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് ക്ഷേത്രത്തിന് ഈ പ്രാദേശിക നാമം ലഭിച്ചത്. പുളിക്കോട് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രാദേശികമായി ഏറെ പ്രാധാന്യമുള്ളതുമായ ആചാരങ്ങളാണ് മണ്ഡലകാലത്തെ പട്ടും വിളക്കും. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി വരുന്ന മണ്ഡലകാലം ക്ഷേത്രത്തിൽ തികഞ്ഞ ഭക്തിയോടെയാണ് ആഘോഷിക്കുന്നത്. പട്ട് അഥവാ പാട്ട് ശാസ്താവിന്റെയും മറ്റ് ദേവതകളുടെയും സ്തുതികളിലും കഥകളും പാടി വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ നടത്തുന്ന ഒരുതരം കളമെഴുത്ത് പാട്ട് അഥവാ തോറ്റം പാട്ടായിരിക്കാം ഇത് ക്ഷേത്രത്തിലെ ദേവതയുടെ ചരിത്രവും മഹാത്മ്യവും തലമുറകളിലേക്ക് കൈമാറുന്ന ഒരു സാംസ്കാരിക അനുഷ്ഠാനം കൂടിയാണ്. വിളക്ക് അഥവാ ദീപോത്സവം. ദീപങ്ങൾ തെളിയിച്ച് ക്ഷേത്രത്തെ അലങ്കരിക്കുന്ന ദീപോത്സവം ദേവതയ്ക്ക് സമർപ്പിക്കുന്ന ഒരു പ്രധാന വഴിപാടാണ്. അലച്ചം കെട്ടൽ എന്ന ചടങ്ങോടുകൂടിയിട്ടാണ് ഈ ആഘോഷ ആറാട്ടിൻ്റെ ആരംഭം. മറ്റത് കുംഭമാസത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിന് കൊടിയേറി 6-ാം ദിവസം ആറാട്ടോടുകൂടി ആ ചടങ്ങ് മറ്റേ ഉത്സവം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രോത്സവം. അതിന് എല്ലാവിധ ചടങ്ങുകളും ഉണ്ട്. ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകൾ എല്ലാം ഇവിടെ മുടങ്ങാതെ തന്നെ നടന്നു വരുന്നുണ്ട്. ഇത് ഭക്തരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നതിന്റെ പ്രതീകമാണ്. ഈ ആചാരങ്ങൾ കൊല്ലങ്കോട് രാജാക്കന്മാരുടെ കാലത്ത് തുടങ്ങിയതും അവരുടെ സംരക്ഷണയിൽ വളർന്നതുമാണ്. കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ പൊതുവെ കൂടുതലെങ്കിലും ഇവിടെ ക്ഷേത്രം ഒരു കുളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് സ്ഥലപരമായൊരു പ്രത്യേകതയാണ്. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായിരിക്കുന്നത് സൂര്യോദയത്തിന്റെ ഊർജ്ജത്തെ സ്വീകരിക്കുന്നതിനും വിമോചനം അഥവാ മോക്ഷം എന്ന ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതുമായാണ് കണക്കാക്കുന്നത്.
രാജാവിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന കാലത്ത് പുളിക്കോട് ക്ഷേത്രത്തിൽ വലിയ ആഘോഷങ്ങളോടെ ഉത്സവങ്ങൾ നടന്നിരുന്നു. രാജകീയമായ പ്രൗഢിയും സൈന്യത്തിന്റെ അകമ്പടിയും വലിയ വഴിപാടുകളും അക്കാലത്തെ ഉത്സവങ്ങളെ ശ്രദ്ധേയമാക്കി. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മലയാള മാസം ധനുവിലെ അവസാന ആഴ്ചയിൽ ആഘോഷിക്കുന്ന ആറാട്ട് മഹോത്സവമാണ്. ആറാട്ട് എന്നാൽ ദേവനെ വാദ്യമേളങ്ങളോടെ അടുത്തുള്ള പുഴയിലേക്കോ കുളത്തിലേക്കോ എഴുന്നള്ളിച്ച് അവിടെ ശുദ്ധജലത്തിൽ അഭിഷേകം നടത്തി തിരികെ കൊണ്ടുവരുന്ന ചടങ്ങാണ്. ആറാട്ടിന്റെ പ്രാധാന്യം എന്താണെന്നാൽ ദേവൻ തന്റെ ശക്തി ലോകത്തിന് നൽകി സ്നാനത്തിലൂടെ വീണ്ടും ശുദ്ധിയാകുന്നതിന്റെ പ്രതീകമാണ് ആറാട്ട്. ഇത് പ്രകൃതിയെയും ജലത്തെയും ആരാധിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ്. ഈ ആറാട്ട് നടക്കുന്ന ദിവസം അയ്യപ്പന്റെ പിറന്നാളായിരിക്കണം. ഒരു കാരണവശാലും അത് രാജാവിന്റെ പിറന്നാളാകരുത് എന്ന് പറയുന്നതിൽ ഒരു വലിയ ചരിത്രപരമായ സൂചനയുണ്ട്. മുൻപ് ക്ഷേത്രം രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ രാജാവിന്റെ ജന്മദിനം ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങളോടനുബന്ധിച്ച് ആചരിക്കുന്ന ഒരു പതിവുണ്ടായിരിക്കാം. ഇത് രാജാവിന്റെ ദൈവികമായ പദവിയെ അരക്കിട്ടുറപ്പിക്കുന്നതിനുള്ള മാർഗമായിരുന്നു. എന്നാൽ ഒരു ഭരണമാറ്റത്തിന് ശേഷമോ അല്ലെങ്കിൽ ക്ഷേത്രം പൊതുസമൂഹത്തിലേക്കോ മറ്റ് ഭരണ സംവിധാനത്തിലേക്കോ മാറിയപ്പോഴോ മനുഷ്യന്റെ പ്രാധാന്യം കുറയ്ക്കാനും ദേവന്റെ പ്രാധാന്യം പുനഃസ്ഥാപിക്കാനും വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഈ നിബന്ധനയിൽ കാണാം. രാജാവിന്റെ ജന്മദിനത്തെക്കാൾ പ്രധാനം അയ്യപ്പന്റെ ജന്മദിനം തന്നെ ആയിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത് ക്ഷേത്രത്തെ അതിന്റെ മതപരവും ആത്മീയവുമായ വേരുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കണക്കാക്കാം. ഇതിലൂടെ പുളിക്കോട് അയ്യപ്പൻ ക്ഷേത്രം അധികാര കൈമാറ്റങ്ങളുടെയും ഭക്തിയുടെ ശുദ്ധീകരണത്തിന്റെയും ഒരു ജീവിക്കുന്ന ഉദാഹരണമായി മാറുന്നു. കൊല്ലങ്കോടിന്റെ ഭൂതകാലം ഈ ക്ഷേത്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലൂടെ ഒരു പ്രദേശത്തിന്റെ ചരിത്രപരമായ നിലനിൽപ്പിൽ ആരാധനാലയങ്ങൾ വഹിക്കുന്ന പങ്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൂർണ്ണ പുഷ്കലാസമേതനായ ശാസ്താവ് എന്ന സങ്കല്പവും മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലും മണ്ഡലത്തിലെ പ്രത്യേക പാട്ടും വിളക്കും ആചാരങ്ങളും ഈ ക്ഷേത്രത്തെ കേരളത്തിലെ മറ്റ് അയ്യപ്പൻ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഇത് പ്രദേശാധിഷ്ഠിത സാംസ്കാരിക സംഗമത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ജീവിത രീതികളും കാർഷിക സംസ്കാരവും സൈനികാചാരങ്ങളും ദേവതാസങ്കല്പങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു. ഒരു കാലത്ത് രാജാവിന്റെ നിയന്ത്രണത്തിലായിരുന്ന ക്ഷേത്രം പിന്നീട് ഭക്തർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ആചാരത്തിലേക്ക് മാറിയത് സമൂഹത്തിൽ ജാതി മതഭേദമന്യേയുള്ള ഭക്തിയുടെ ആഴമാണ് കാണിക്കുന്നത്. രാജകീയമായി പ്രൗഢി നഷ്ടപ്പെടുമ്പോഴും ആചാരപരമായ പ്രത്യേകതകൾ നിലനിർത്തിക്കൊണ്ട് ക്ഷേത്രം മുന്നോട്ടുപോയി എന്നത് പ്രാദേശിക ജനതയുടെ ശക്തമായ പിന്തുണയെയാണ് സൂചിപ്പിക്കുന്നത്. കൊല്ലങ്കോട് പുളിക്കോട് അയ്യപ്പൻ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി വെങ്കണാട്ട് നമ്പിടിമാരുടെ ഭരണത്തിന്റെ, സാമൂതിരിയുടെ ആക്രമണത്തിന്റെ, പൂർണ്ണപുഷ്കലാ സങ്കല്പത്തിന്റെ, മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിന്റെ, ഒടുവിൽ രാജാവിനേക്കാൾ പ്രാധാന്യം അയ്യപ്പന് നൽകിയ ഭക്തിയുടെയും ചരിത്രപരമായ ഒരു രേഖയാണ്. ചെറകുളങ്ങരക്കാവ് എന്ന പ്രാദേശിക നാമത്തിലും കിഴക്കോട്ടുള്ള ദർശനത്തിലും മണ്ഡലത്തിലെ പട്ടും വിളക്കിലും ധനുവിലെ ആറാട്ടിലും ഈ ക്ഷേത്രം അതിന്റെ പൗരാണിക പ്രൗഢി നിലനിർത്തുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ഈ ക്ഷേത്രം പുരാതന കേരളത്തിലെ അധികാര ഘടനകളെക്കുറിച്ചും വാസ്തുവിദ്യാപരമായ വൈവിധ്യങ്ങളെക്കുറിച്ചും ഭക്തിപ്രസ്ഥാനങ്ങളിലെ പ്രാദേശിക മാറ്റങ്ങളെക്കുറിച്ചും അമൂല്യമായ പാഠങ്ങൾ നൽകുന്നു. ചരിത്രത്തെയും ആചാരങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന പുളിക്കോട് ക്ഷേത്രം പാലക്കാടൻ മണ്ണിന്റെ ആത്മീയ ഊർജ്ജ സ്രോതസ്സായി എന്നും നിലകൊള്ളും.